ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ധനമുട്ടിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കർമ്മ മുട്ട്, നമ്മൾ തൊഴിൽ സംബന്ധമായി അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന മുട്ട്, കർമ്മമുട്ട്, അതോടുകൂടി തന്നെ ചെയ്യേണ്ട, അതിനോട് കൂടി ചെന്ന് ആ കർമ്മമുട്ട് ഇറക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു മുട്ടാണ് ധനമുട്ട്. കർമ്മം നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ അതിന് തടസ്സം മാറ്റുമ്പോൾ ആ തടസ്സത്തെ മാറ്റി ആ ധനം നമുക്ക് ലാഭമായിട്ട് കിട്ടണമെങ്കിൽ ഈ ധനമുട്ടും കൂടി ചെയ്യണം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ധനമുട്ട് കർമ്മമുട്ടിനൊപ്പം ചെയ്യേണ്ട വളരെയധികം പ്രധാനപ്പെട്ട മുട്ടാണ് ധനമുട്ട്. അത് എങ്ങനെ ചെയ്യാം? സാധാരണ രീതിയിൽ തന്നെ നാളികേരം എടുക്കുക. നാളികേരത്തെ നമ്മൾ വെള്ളത്തിൽ മുക്കി കഴുകി അത് വൃത്തിയാക്കി അത് കയ്യിൽ പിടിച്ച് വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും മനസ്സിൽ ലക്ഷ്മി ദേവിയെ കണ്ട് നമുക്ക് തൊഴിലിൽ വരുന്ന തടസ്സത്തെ ഒക്കെ മാറ്റി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ കയ്യിൽ നിൽക്കാനായിട്ട് ലക്ഷ്മി ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് 7 പ്രാവശ്യം തന്നെ ഒഴിഞ്ഞ് അത് ക്ഷേത്രത്തിൽ ഉടച്ച് ആ ക്ഷേത്രത്തിൽ നരസിംഹമുണ്ടെങ്കിൽ നരസിംഹത്തിന് ഒരു തുളസിമാലയും ഒരു പാൽപ്പായസവും, അത് വിഷ്ണുവിൻ്റെ ഏത് അവതാര ഇതായാലും അവിടെ അവതാരങ്ങൾ, നരസിംഹം ഉണ്ട്, കൃഷ്ണനുണ്ട്, മറ്റുള്ള ഇതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഈ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഉടച്ചിട്ട് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണ ക്ഷേത്രത്തിലോ നരസിംഹ ക്ഷേത്രത്തിലോ ഒക്കെ പോയി നിങ്ങൾക്കൊരു തുളസിമാലയും ഒരു പാൽപ്പായസവും കഴിക്കാം. ഇത് മതി. ആ കർമ്മത്തിൽ തടസ്സം മാറി നമ്മുടെ അപ്പം നമുക്ക് തൊഴിൽ ശരിയായി, അല്ലെങ്കിൽ നമ്മൾ പോയ കാര്യം ശരിയായി. പിന്നെ അതിൻ്റെ ലാഭം വരണമെങ്കിൽ ഈ ധനം മുട്ടും കൂടി ചെയ്താൽ അത് പൂർണ്ണത വരും. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൽ മന്ത്രങ്ങളൊന്നും, നമ്മുടെ മനസ്സിൻ്റെ അർപ്പണമാണ് ഇതിന് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അർപ്പണ മനോഭാവത്തോടെ, ഭക്തിയോടെ, ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറാൻ, നമ്മുടെ തൊഴിലിൻ്റെ തടസ്സങ്ങൾ മാറാൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു തടസ്സത്തെ മാറാൻ നമുക്കിത് ചെയ്താൽ മതി. ഇന്ന് നിങ്ങൾ ധനത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും ഇതിലൂടെ മാറും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ചോദിച്ചാൽ അത് ഫ്രീ ആവുന്ന സമയത്ത് അതിന് മറുപടി തരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.